തലവര സിനിമ കണ്ടായിരുന്നു. നല്ല സിനിമയാണ്. നമുക്ക് സിനിമയുടെ എൻ്റെ അഭിപ്രായത്തിന് തൊട്ട് മുമ്പായിട്ട് പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. തലവര മാറുകയോ എന്നുള്ള സംഭവങ്ങളാണ് പറഞ്ഞത്. ടൈറ്റിൽ പോലെ തന്നെയാണ്. നല്ല രസകരമായിട്ടുണ്ട്. പെർഫോമൻസ് എല്ലാ ആക്ടേഴ്സും എനിക്ക് തോന്നുന്നു നല്ലൊരു പടം തന്നെ. തീർച്ചയായും കണ്ടിരിക്കുക. കാരണം സെൻറ്റിമെൻറ്റ്സ് രംഗങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ടച്ചാവും. സാധാരണക്കാരനായി ജനിക്കുമ്പോൾ എന്താണ് സമൂഹത്തിൽ പുള്ളി നേരിടുന്ന പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ, അങ്ങനെയുള്ള ഇൻസിഡൻസാണ് പാർട്ടി പറയുന്നത്. ആക്ടേഴ്സ് എല്ലാവരും കൂടെ നായിക പുതുമുഖമാണെന്ന് തോന്നുന്നു. ഞാൻ വേറെ പടങ്ങളിൽ കണ്ടായിട്ടൊന്നും ഞാൻ ഓർക്കുന്നില്ല. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ എന്താ പറയണ്ടേ, വലിച്ചെടുപ്പിക്കേണ്ടെന്നുള്ള രീതിയിലൊക്കെ തീർത്ത പോലെ തോന്നി. പക്ഷേ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊള്ളാം. ഈ ഒരു ജോണറിൽ എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ജോണർ ഷിഫ്റ്റ് പോലെ തോന്നി. അതായത് ഇപ്പം ഭയങ്കര പക്കാ ഒരു സീരിയസിൽ നിന്ന് കുറച്ചൊന്ന് ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് പോകുമ്പോൾ ഒരു ജോണർ ഷിഫ്റ്റ് തോന്നി. ചിലപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില മാറ്റങ്ങളായിരിക്കും. ഒരു ഇത് വളരെ ഭംഗിയായി ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ആ പയ്യൻ, ആ ചെറുപ്പക്കാരൻ മിടുക്കനായി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ആ പയ്യൻ. അപ്പോൾ ഇതൊക്കെയാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. സിനിമ എന്ന് പറയുന്നത് വളരെ ചിരിപ്പിച്ചും ചില നമുക്ക് കുറച്ച് വിഷമങ്ങളൊക്കെ തന്ന് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് തലവര. അർജുൻ അശോകൻ്റെ ഒരു പാണ്ട് പിടിച്ച ഒരു വ്യക്തിയുടെ ഒരു നമ്മളെ പോസ്റ്ററൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അതിൻ്റെ എന്താണ് എന്നുള്ളത്. അതുപോലുള്ള ഒരുപാട് നമ്മുടെ സൂസു വാത്മീകം എന്ന സിനിമയൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ വന്നിട്ടുണ്ടെങ്കിൽ ഈ പാണ്ട് പിടിച്ച ഒരാളുടെ സിനിമയായിട്ട് വരുന്നത് എൻ്റെ ഓർമ്മയിൽ വേറെ പടങ്ങളൊന്നും അധികം വന്നിട്ടില്ല എന്ന് തോന്നുന്നു, എൻ്റെ അറിവിലില്ല. പക്ഷേ സിനിമയുടെ ആ ഒരു രീതി, നമ്മളെ ഒരു കണ്ടൻറ്, ഒരു വ്യക്തി എന്താകണം എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാകും. ആ വ്യക്തിക്ക് മറ്റൊന്നും, അതായത് അയാളുടെ ഈ പാണ്ട് ഒരു വൈകല്യമല്ല എന്നുള്ള രീതിയിൽ, അതുണ്ടെങ്കിൽ പോലും എനിക്കതൊരു പ്രശ്നമല്ല, എൻ്റെ ലക്ഷ്യമാണ് വലുത് എന്നുള്ള രീതിയിലേക്ക് പോകുന്ന ഒരു ത്രോട്ടാണ് ഈ പടത്തെ പ്രേക്ഷകർക്ക് നൽകിയിട്ടുള്ളത്. അത് വളരെ നല്ല രീതിയിൽ തന്നെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു തമിഴ് സിനിമയിൽ അഭിനയിച്ച കുട്ടിയാണ് ഇതൊരു പ്രണയം ചെയ്തിരിക്കുന്നത്. രേവതി ശർമ്മ മറ്റേ സൂര്യ ഒക്കെ അഭിനയിച്ച ഒരു നമ്മുടെ ഉണ്ണിമൂന്തനൊക്കെ അഭിനയിച്ച സിനിമയിലും നായികയായിട്ട് അതിലൊരു വേഷം ചെയ്യുന്നുണ്ട്. ഇതിലും നല്ല ഒരു ലവ് സ്റ്റോറിയാണ് വരുന്നത്. ഒരുപാട് മോട്ടീവ് കൊടുക്കുന്ന ഒരു അർജുൻ അശോകൻ്റെ ഒരു ക്യാരക്ടറിന് ആ ഒരു ജീവിതത്തിൽ അയാളുടെ ഒരു ബാക്ക്, നമ്മളൊരു പ്രശ്നം കണ്ട് മുന്നോട്ട് വരാൻ നിൽക്കാതെ പിന്നോട്ട് പോകുമ്പോൾ അതിൽ നിന്നൊക്കെ നമ്മുടെ പ്രതിബന്ധങ്ങളെ മാറ്റിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ധൈര്യം പകർന്നു കൊടുക്കുന്ന ഒരു നല്ലൊരു രീതിയിലാണ് ആ കുട്ടി ഇവിടെ ക്യാരക്ടർ പറഞ്ഞു പോകുന്നത്. അത് വളരെ നല്ല ഇതായിരുന്നു. പിന്നെ ഈ പറഞ്ഞ കണക്ക് അശോകൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് അദ്ദേഹം ഗൾഫിലായിരുന്നു, ഇവിടെ വരുന്നു. പക്ഷേ അതിനെക്കുറിച്ചുള്ളൊന്നും ഇതില്ല, ഡയലോഗിലൂടെ പറഞ്ഞു പോകുന്നത് ഇതേ ഉള്ളൂ, വലിയ ഇമ്പോർട്ടൻസ് എന്നുള്ളതല്ല. അദ്ദേഹത്തിന് ഒരു സിനിമ എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് ഭ്രമം ഉള്ള ഒരാളായിരുന്നു അദ്ദേഹം. ആ ഒരു ക്യാരക്ടർ ചെയ്യുന്ന അർജുൻ അശോകൻ ചെയ്യുന്ന ക്യാരക്ടർ നന്നായിട്ടുണ്ട്. അതിനകത്ത് ഈ കാശും ഇതുമൊക്കെ കൊണ്ടുപോകുന്നതുകൊണ്ട് കളയരുത് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ഉണ്ട്. ആ ഒരു മൊബൈലൊക്കെ എടുത്ത് തീ കത്തുന്ന ഒരു രീതിയാണ്. അത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല അതുപോലെ തന്നെ അർജുൻ്റെ 4 കൂട്ടുകാരന്മാരായിട്ട് ഇതിലിട്ട് ചെയ്യുന്നവരും അഭിനയിക്കുന്നവരെ കുറിച്ച് ഒന്നും പറയാനില്ല, എല്ലാം നല്ല. അർജുൻ അശോകൻ എന്ന് വെച്ചാൽ വളരെ ഒരു ഇടയ്ക്ക് ഈ ഒരു പാലക്കാട് ഒരു സ്ലാങ് സംസാരിക്കുന്ന സമയത്ത് എവിടെയൊക്കെ ഒന്നും വിട്ടുപോകുന്നു എന്നുള്ളതല്ലാതെ അതൊരു ബോറായിട്ടൊന്നും നമുക്ക് തോന്നൂല. എന്നിരുന്നാൽ കൂടി നമുക്ക് നല്ല രീതിയിൽ അർജുൻ അശോകൻ ഈ പടം ചെയ്തിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. ഒരു എന്താ പറയുക, നമുക്ക് നല്ലൊരു ഫീലാണ്. പടം കണ്ടിറങ്ങുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ആത്മസംതൃപ്തി കിട്ടുന്ന ഒരു ഫീലുണ്ട്. കാരണം അതിനകത്ത് പ്രണയവും ബാക്കി അതുപോലെ തന്നെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ അർജുൻ അശോകൻ്റെ കൂട്ടുകാരുമായിട്ടൊക്കെ പിണങ്ങി നിൽക്കുന്ന ഒരു സമയത്തൊരു ചെറിയൊരു അർജുൻ അശോകനൊരു ചെറിയൊരു വിഷമവും കാര്യങ്ങളും വന്നൊരു ഫൈറ്റ് സീക്വൻസ് വരുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ വരുന്ന കൂട്ടുകാരുടെ പ്രതികരണം അത് നന്നായിട്ട് ഡയറക്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു പ്രതീക്ഷയില്ല, അത് പ്രേക്ഷകർക്ക് പോലും ആരാണ് എന്താണ് എന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പടം അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത സിനിമയിൽ വീണ്ടും കാണാം.